അല്ലാഹു 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 അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എവിടെ പ്രവാസി എന്ന് പറഞ്ഞാൽ പ്രയാസി എന്നാണ്. അത്രയും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ, എല്ലാവർക്കും ടെൻഷൻ. ജോലി ഉള്ള ആൾക്ക് അതിനെക്കാണ്ട് കയറ്റം കിട്ടാഞ്ഞിട്ടുള്ള ടെൻഷൻ, ഇല്ലാത്തക്ക് വീടുള്ള ആൾക്ക് വീടിന്റെ രണ്ടാമത്തെ തട്ട് ഇല്ലാത്ത ആൾക്ക് ഉണ്ടാക്കാനുള്ള ടെൻഷൻ, ഉള്ള ആൾക്ക് രണ്ടാമത്തെ മുകളിലേക്ക് എടുക്കാനുള്ള ടെൻഷൻ, മറ്റാൾക്ക് മതിൽ കെട്ടാനുള്ള ടെൻഷൻ. എപ്പോഴും ടെൻഷനുകളുടെ ലോകം, വല്ലാത്ത ടെൻഷൻ, എപ്പോഴും ഹമ്മ്. എന്നാ അതിന് ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ഏതായാലും കുറച്ചേരങ്ങൾ കാത്തിരുന്നല്ലോ, അതിനൊരു ഗുണമാണല്ലോ. അതുകൊണ്ട് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നത് കാണാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ 99 രോഗങ്ങൾക്ക് മരുന്നാകുന്നു. 99 രോഗങ്ങൾക്ക് മരുന്നാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാം, അതിനാഹ, ആ രോഗങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ രോഗം താരങ്ങള് പല്ലുവേദന തലവേദനയല്ല, അൽ ഹമ്മു, മനോവിഷമമാകുന്നു. അപ്പൊ മനോവിഷമത്തിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് ചെല്ലാൻ നല്ല ഭാഗ്യമുള്ളവർക്ക് കഴിയും. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഈ നിധി എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും കിട്ടുന്ന, സിം കാർഡ് വിൽക്കുന്ന മാതിരി നമ്മുടെ നാട്ടിൽ അതുപോലെ കിട്ടുന്ന സാധനം അത് അല്ല. അതൊക്കെ ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ആ നിധിയാണ് എന്ന് പറയാൻ കാരണം, ഈ നിധി വേണമെങ്കിൽ ശേഖരിച്ചോളാം നമ്മളെല്ലാവരും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് സ്വർഗത്തിലെ നിധി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പേരിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. മാത്രമല്ല, വലിയ ടെൻഷനുകൾ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്, ഇസ്ലാമിന് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്ർ മുർസലീങ്ങളുടെ എണ്ണം എത്ര? മുർസലീങ്ങളുടെ എണ്ണം എത്ര? 313 വട്ടം ചൊല്ലിയാൽ, മുർസലുകളുടെ എണ്ണം അനുസരിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലിയാൽ ഏത് പ്രയാസത്തിനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ആ പ്രയാസത്തിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും. ആലോചിച്ച്, എത്ര നല്ല ഹദീസുകൾ, എത്രയാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കൊക്കെ ഉപകരിച്ചൂടെ? ഒന്നും നഷ്ടമല്ല. ഈ ആത്മീയത കൊണ്ടുള്ള ഒരു നേട്ടം കാര്യങ്ങള്, മറ്റു മരുന്നുകളൊക്കെ കുടിച്ചാല് ചിലപ്പോ അസുഖം സുഖാവൂല. മാത്രമല്ല, ചിലപ്പോ റിയാക്ഷൻ കൊണ്ട് പുതിയ രോഗങ്ങൾ ഉണ്ടാവും ചെയ്യും. എന്നാ ആത്മീയ ചികിത്സന്റെ ഗുണം കാര്യങ്ങള് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. ഇനിയിപ്പോ അല്ലാഹു തആല നിങ്ങൾക്ക് എന്തോ ഹൈർ ഉദ്ദേശം കൊണ്ട് അപ്പൊ നമ്മള് ലാ ഹൗല ചൊല്ലിയിട്ടൊന്നും നമ്മളെ ടെൻഷൻ തീർന്നില്ലാന്ന് വെക്കുക. അങ്ങനെ അങ്ങനെ ഉണ്ടാവൂല. നബി തങ്ങൾ പറഞ്ഞതിന് അതിലപ്പുറം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ ലാ ഹൗല ചൊല്ലിയ ദിക്റിന്റെ കൂലി ഏതായാലും നമുക്ക് കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വലിയ ടെൻഷനുകൾ ഉണ്ടാവുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം മുർസലുകളുടെ എണ്ണം 313 തവണ ചൊല്ലിയാൽ, പലപ്പോഴും ഞാൻ ഒന്നും ചാർത്തൊക്കെ പറഞ്ഞെടുത്താട്ടോ, വെറുതെ പറയുന്നില്ല. ആ ആള് വന്നിട്ട് പറയാം, ഉസ്താദെ 313 പൂർത്തിയായില്ല, അപ്പോഴേക്ക് പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞിട്ട് പോണ വരുന്നത്. അള്ളാഹു കൊടുക്കുന്ന നമ്മളെ കഴിവൊന്നുമല്ല, അത് അള്ളാഹു തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ദിക്റിന്റെ മഹത്വമാണ്. അത്രയും വലിയ മഹത്വമുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പറ്റുമെങ്കിൽ എല്ലാ സഹോദരന്മാരും പതിവാക്കണം. എപ്പോഴെങ്കിലൊക്കെ നല്ല ടെൻഷൻ വരുന്ന സമയത്ത് 313 വട്ടം ചെല്ലോക്കി നല്ല അനുഭവിച്ചിടത്തോളം അനുഭവത്തിൽ ഒരുപാട് ആളുകൾ എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര ആളുകൾ ഇപ്പൊ പറയാത്തതും ഉണ്ടാവും. അതുകൊണ്ട് അത് നല്ലൊരു ദിക്റാണ്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടി ആ ദിക്റിനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, ലാ ഹൗലക്ക് മറ്റൊരു പ്രത്യേകത കൂടി. നമ്മൾ വെറുതെ എന്തെങ്കിലും കേട്ടിട്ട് ഇങ്ങനെ പോയാൽ പോരല്ലോ, ഒരു കാര്യമാണ്ടേ. നാളെ മുതൽ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ ഓഡിയോ ചർച്ച വന്നിട്ട് എനിക്കെന്തായാലും കാര്യം എനിക്കും കിട്ടണം, നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾക്കും കിട്ടണം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്റിനുള്ള മറ്റൊരു മഹത്വം, അനുഗ്രഹങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോകൂല. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നീങ്ങി പോകാതിരിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ ചില ആളുകൾക്ക് അള്ളാഹു നല്ല ആരോഗ്യം കൊടുക്കും. ആ ആരോഗ്യം ഒരിക്കലും നീങ്ങിപ്പോകരുത്, രോഗമൊന്നും ബാധിക്കരുത് എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല ജോലിയുള്ള ആളുകൾ അത് നീങ്ങരുത്, എന്നും ആ ജോലി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, മക്കളാണെങ്കിൽ ആ മക്കൾ എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹു നൽകിയ ഏത് അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ലാ ഹൗല പതിവാക്കുക. ഒരിക്കലും അത് നീങ്ങിപ്പോകുന്നതല്ല.
ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ പറഞ്ഞു വന്നത് വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്, അള്ളാഹുവിന്റെ അടുക്കൽ അതാണ് ഏറ്റവും ഉത്തമം. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ ദിക്റുകളൊക്കെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലത്. മാത്രമല്ല വഖൈറുൻ അമലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഏറ്റവും നല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ളതും അത് മാത്രമാണ്. അള്ളാഹിന്റെ അടുക്കൽ നാളെ നാളും മരിച്ചു പോകുന്ന ഉറപ്പാണ്. ആ അള്ളാഹിന്റെ അടുക്കൽ എത്തിയാൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു വക ഉണ്ടെങ്കിൽ, പ്രതീക്ഷക്ക് നല്ല പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കേണ്ട ദിക്റുകളാണിത്. അപ്പൊ സമ്പത്തും സന്താനങ്ങളും ഒക്കെ ദുനിയാവിന്റെ അലങ്കാരമാണെങ്കിൽ ആഖിറത്തിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് ഇത്തരം ദിക്റുകളാകുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അഥവാ ഈ ഒരുപാട് വലിയ വലിയ പ്രമുഖരായ മുദർ ഗോത്രത്തിലെ പ്രമുഖരൊക്കെ വന്നിട്ട് അവരുടെ സമ്പത്തിനെക്കാളും അവരുടെ സ്വാധീനത്തെക്കാളും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഉപകരിക്കുക എപ്പോഴും ഈ പറഞ്ഞ ദിക്റുകളൊക്കെ ചെല്ലുന്ന ഈ സാധുക്കളായ ആളുകളാണ്. അവർക്കാണ് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ പ്രതീക്ഷയുള്ളത്. ഇവരുടേതൊക്കെ താൽക്കാലികമാണ്, അത് മുഴുവനും സ്ഥിരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവന്റെ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. صلى الله عليه وسلم